ഹായ് എവരിവൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്ന് പറയുന്നത്. ഇത് സിലബസിൽ വരുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് തന്നെ ചോദിക്കാറുള്ളതാണ്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. എളുപ്പമാണ് പഠിക്കാൻ, ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ കൂടെ ആണ്. ആദ്യം തന്നെ എന്താണ് ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇൻ എനി production process, regardless of how well it is designed or how carefully it is maintained, a certain amount of variation will always exist. എന്താണ് മീനിങ് എൻ്റെ കൊടുത്തിരിക്കുന്നത് നോക്കി. നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാണ്. ഓക്കെ, സോ ഒരു 30 mm സൈസിലുള്ള ഒരു ഷാഫ്റ്റ് ആണ് ഇനി മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഓക്കെ, സോ കസ്റ്റമറിന്റെ നീഡ് എന്ന് പറയുന്നത് 30 mm ആണ്. ഞാൻ മാനുഫാക്ചർ സൈഡാണ്, സോ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നു. ഇനി എത്രത്തോളം കെയർഫുൾ ആയിട്ട്, എത്രത്തോളം ഡിസൈൻ വളരെ കെയർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും നമുക്ക് എന്ത് പറ്റും, പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇൻസ്പെക്ഷൻ ചെയ്യൂട്ടോ, 30 mm ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. സോ എക്സാക്ട്ലി 30 mm അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, ഓർ ഇറ്റ് ഈസ് ലൈക്ക് എ ഇമ്പോസിബിൾ ടാസ്ക്. ഓക്കെ, നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 29.99 അല്ലെങ്കിൽ 30.01 ഇങ്ങനെ ചെറിയ വേരിയേഷൻസ് എന്തുണ്ടാവും, നമുക്ക് മാനുഫാക്ചർ ചെയ്ത ഷാഫ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ഇത് എന്തായാലും ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടാകുന്നതെന്നൊക്കെ, ഒന്ന് ഇംപ്രോപ്പർലി അഡ്ജസ്റ്റഡ് മെഷീൻസിനകത്ത് വരുന്ന ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്തത് കാരണം, അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ എറർ കാരണം. അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. ടൂൾ വെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് സെയിം ടൂള് ആണ് നമ്മൾ കുറേ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൂൾ വെയർ കാരണം ഉണ്ടാകാം. ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസിനകത്ത് വരുന്ന മൈനറായിട്ടുള്ള ഡിഫക്ട്സ് കാരണം ഒക്കെ എന്തുണ്ടാവും, നമ്മുടെ ആക്ച്വൽ ഡയമെൻഷനിൽ നിന്നും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് എ പാർട്ട് ടു ആൻ എക്സാക്ട് സൈസ് ഓർ ബേസിക് സൈസ്. ഇനി നമുക്ക് ഈ ഡിസൈൻ സൈസിന് പറയുന്ന പേരാണ് അതിൻ്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത്. ആക്ച്വൽ സൈസ് എപ്പോഴും ഈ ബേസിക് സൈസിൽ നിന്ന് കുറച്ച് വേരിയേഷൻ ഉണ്ടാകും. സം വേരിയേഷൻ നോൺ ആസ് ടോളറൻസ് നീഡ് ടു ബി അലൗഡ്. നമുക്ക് അന്നേരം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ ഇത് അക്സെപ്റ്റബിൾ ആണെന്ന് അംഗീകരിക്കുക, അതേ ഉള്ളൂ, വേറെ വഴിയില്ല അല്ലേ. നമ്മൾ എന്തിനും എന്ത് ചെയ്തു, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഈ ഷാഫ്റ്റ് എവിടെയാണ് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പോകുന്നത്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഷാഫ്റ്റ് എങ്കിൽ നമുക്ക് ഒരുപാട് വേരിയേഷൻ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു റഫ് യൂസിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വേരിയേഷൻ ഒക്കെ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, 29.98 30.02 ഇടയ്ക്കുള്ള എല്ലാ ഷാഫ്റ്റും അക്സെപ്റ്റബിൾ ആണ്. അന്നേരം നമ്മൾ ഓരോ ഷാഫ്റ്റ് മെഷർ ചെയ്യാണ് പ്രൊഡക്ഷന് ശേഷം. ഒരെണ്ണം മെഷർ ചെയ്തപ്പോൾ 29.99 ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് അക്സെപ്റ്റബിൾ. അടുത്ത മെഷർ ചെയ്തപ്പോൾ 29.01 ഉള്ളൂ, സോ ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സോ ഈ റേഞ്ച്, ഇങ്ങനൊരു റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഈ റേഞ്ചിനകത്ത് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ പ്രൊഡക്ഷൻ നടത്താൻ സെറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടോളറൻസ് റേഞ്ച് എന്ന് പറയുക. അപ്പോൾ സം വേരിയേഷൻ നോൺ ആസ് ടോളറൻസ് നീഡ് ടു ബി അലൗഡ്. ഈ വേരിയേഷൻ നമ്മൾ അലോ ചെയ്തേ പറ്റുള്ളൂ. ഏത് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടോളറൻസ് റേഞ്ച് അലോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എക്സാക്ട് സൈസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഈ ടോളറൻസ് റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ. ഇത് എവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ വേരിയേഷൻ, ടോളറൻസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ലിമിറ്റ്, ഫിറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആദ്യം അറിയാം. അത് ഒന്നാണ് ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും മൈൻഡിലേക്ക് വരുന്ന ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഹോൾ ഫീച്ചർ തന്നെയാണ്. അതുകൂടാതെ ഇന്റേണൽ ഫീച്ചർ, ഒരു ഇന്റേണൽ ഡയമെൻഷൻ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ പറയുന്നത് ജനറലി ഹോൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മേറ്റിംഗ് പാർട്ട്, നട്ടും ബോൾട്ടും വരുമ്പോഴത്തേക്ക് ബോൾട്ട് അതിനകത്ത് ഷാഫ്റ്റും നട്ട് അതിനകത്ത് ഹോളും ആയിരിക്കും മേറ്റിംഗ് പാർട്ട്. അങ്ങനെ ഏത് മേറ്റിംഗ് പാർട്സ് എടുത്താലും ഒരെണ്ണം ഒരു ഹോളായിട്ടും ഒരെണ്ണം ഷാഫ്റ്റായിട്ടും ആക്ട് ചെയ്യും. സോ എക്സ്റ്റേണൽ ഫീച്ചർ വരുന്നത് എപ്പോഴും ഷാഫ്റ്റ് ആയിരിക്കും, ലൈക്ക് ബോൾട്ട്. ഇനി ഇന്റേണൽ ഫീച്ചർ, നട്ടിനകത്ത് നമുക്ക് ഇന്റേണലാണ് ഫീച്ചർ വരുന്നത്. സോ ഇന്റേണൽ ഫീച്ചർ വരുന്നതിനാണ് എന്ത് പറയുന്നത്, ഹോൾ. സോ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഈ ഹോള് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് സർക്കുലാർ ഹോളും ഒരു സർക്കുലാർ ഷാഫ്റ്റ് എന്നുള്ള മീനിങ് മാത്രമല്ല, നമ്മുടെ ഡിസൈനകത്ത് term used to designate all internal feature of a part including those which are not cylindrical. സിലിണ്ടറിക്കൽ അല്ലാത്തതുമായിട്ടുള്ള ഇന്റേണൽ പാർട്സിനെ, ഇന്റേണൽ ഫീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ എന്ത് പറയുന്നത്, ഹോൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഷാഫ്റ്റ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫീച്ചർ, അത് സിലിണ്ടറിക്കൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ്റ്റേണൽ ഫീച്ചർ വരുന്ന എല്ലാത്തിനും നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയും. ഇനി നമ്മൾ വരച്ച് പഠിക്കുമ്പോഴൊക്കെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും സിലിണ്ടറിക്കലാണ് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ബേസിക് സൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ സൈസ് ഓഫ് എ ജോബ് ഇൻ റിലേഷൻ ടു വിച്ച് ഓൾ ലിമിറ്റ് വേരിയേഷൻ ആർ ഡിറ്റർമിൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വേരിയേഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതാ, ഈ ഡിസൈൻഡ് ആയിട്ടുള്ള ഈ വാല്യൂവിൽ. ഇപ്പം നമ്മൾ 30 എന്ന് പറഞ്ഞില്ലേ, സോ 30 എത്ര മുകളിലേക്ക് പോകാം, 30 എത്ര താഴേക്ക് വരാം, ഇങ്ങനെയുള്ളതൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അത്
അതിന് പറയുന്ന പേരാണിത് ബേസിക് സൈസ്. ഈ ബേസിക് സൈസ് എന്ന് പറയുന്നത് ഷാഫ്റ്റിനും ഹോളിനും സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു 20 mm നട്ട് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ബോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 mm ബോൾട്ട് ആയിരിക്കും. സോ രണ്ടിൻ്റെയും ബേസിക് സൈസ് എന്തിനാണ്? സെയിം ആണ്. രണ്ടിൻ്റെയും ബേസിക് സൈസ് സെയിം ആണ്. ഇനി ആക്ച്വൽ സൈസ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം നട്ട് എന്ന് പറയുന്നത് 20.01 ആയിരിക്കും, ബോൾട്ട് എന്ന് പറയുന്നത് 19.99 ആയിരിക്കാം. ഓക്കെ, സോ അത് അതിൻ്റെ ആക്ച്വൽ സൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് സൈസ് എപ്പോഴും എന്തായിരിക്കും? ഹോളിനും ഷാഫ്റ്റിനും സെയിം ആയിരിക്കും വരുന്നത്. ഇനി ഈ ബേസിക് സൈസിനെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരാണ് സീറോ ലൈൻ. ഓക്കെ, ബേസിക് സൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനിൻ്റെ പറയുന്ന പേര് സീറോ ലൈൻ എന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് അതിൻ്റെ എക്സാക്ട് ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഡിസൈൻഡ് ആയിട്ടുള്ള ബേസിക് സൈസിലേക്ക് നമുക്കൊരു പ്രൊഡക്ഷൻ നടത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ട രണ്ട് ലിമിറ്റ് ഉണ്ട്, ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും, അല്ലെങ്കിൽ ഒരു മാക്സിമം ലിമിറ്റും ഒരു മിനിമം ലിമിറ്റും. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 mm ഷാഫ്റ്റ് ആണ് വേണ്ടത്. ദിസ് ഈസ് ദ ബേസിക് സൈസ്. പക്ഷേ നമ്മൾ ഒരു ടോളറൻസ് സെറ്റ് ചെയ്തു അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കേഷൻ, എവിടെയാണ് അപ്ലൈ ചെയ്തതനുസരിച്ചിട്ട്. ഞാൻ പറഞ്ഞു 20.02 വരെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്, അതുപോലെ 19.97 വരെ എനിക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ബേസിക് സൈസിൽ നിന്ന് എത്ര വരെ മാക്സിമം നമുക്ക് എത്ര വരെ വാല്യൂ പോകാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം എത്ര വരെ പോകാം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രൊഡക്റ്റ് എന്തിനും രണ്ടിനും ഇടയ്ക്കായിരിക്കണം? അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കായിരിക്കണം. ഇനി ഒരു മിസ്കൺസെപ്റ്റ് വരുന്നത്, ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന വാല്യൂ 20 mm കൂടുതലാവണമെന്ന് നിർബന്ധമില്ല. 20 തന്നെ ആകാൻ വേണമെങ്കിൽ സോ ബേസിക് സൈസ് തന്നെ അപ്പർ ലിമിറ്റ് വരാം, അല്ലെങ്കിൽ ബേസിക് സൈസ് തന്നെ ലോവർ ലിമിറ്റ് വരാം. ഓക്കെ, അതും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സോ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ഡയമെൻഷൻ എത്രയാണോ അതിന് പറയുന്ന പേരാണ് അപ്പർ ലിമിറ്റ്. ഇനി മിനിമം പെർമിസിബിൾ ആയിട്ടുള്ള സൈസിന് പറയുന്ന പേരാണ് ലോവർ ലിമിറ്റ്. ടോളറൻസ് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ആരാ സെറ്റ് ചെയ്തില്ല അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്ഷനാണ്, എന്ത് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് ആണെന്നൊക്കെ നോക്കിയിട്ട് ഡിസൈനറാണ് എത്രത്തോളം ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ടോളറൻസ് എന്താണ് നമ്മൾ പറഞ്ഞു, എത്രത്തോളം വേരിയേഷൻ കൊടുക്കാം. ഇത് ആൽജിബ്രിക്കലി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണെന്ത്? ടോളറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ടോളറൻസ് എന്ന് പറയുന്നതാണ് അപ്പറും ലോവറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പം നമ്മൾ ഷാഫ്റ്റ് എടുക്കുന്നത്, ഷാഫ്റ്റ് ഇതാണ്. ഷാഫ്റ്റിന്റെ മാക്സിമം ഇത്രയും സൈസ് വരെ ഷാഫ്റ്റിന് പോകാം, മിനിമം ഷാഫ്റ്റിന്റെ സൈസ് ഇവിടെ വരെ പോകാം. ഇതിനെയാണ്, ഈ റേഞ്ചിനാണ് ടോളറൻസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് വരുന്ന ഏത് ഷാഫ്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഹോൾ ഇതുപോലെ തന്നെ, ഹോളിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നതാണ്, ഹോളിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നതാണ്. ഇതിനിടയ്ക്ക് വരുന്ന ഏത് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ടോളറൻസ് പറയുന്നത്. സോ ഈ അപ്പർ മാക്സിമം ലിമിറ്റ് മൈനസ് മിനിമം ലിമിറ്റിന് പറയുന്ന വാല്യൂന് പറയുന്ന പേരാണിത് ടോളറൻസ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ കേസിലാണ് ഇതനുസരിച്ചിട്ടാണെങ്കിൽ 20.02 മൈനസ് 19.97 എത്രയാണോ അതാണ് എന്ത് അതിൻ്റെ ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, നമുക്കത് ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഒരു ഷാഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 20.2 ആണ് കൊടുത്തിരിക്കുന്നത്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് 24.8 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ടോളറൻസ് എന്ന് പറയുന്നത് വരും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഫിഗറിൽ 25.2 ആണ് കൊടുത്തിരിക്കുന്നത്, ലോവർ ലിമിറ്റ് കൊടുത്തത് 24.8 ആണ്. സോ ഇറ്റ് ഈസ് 0.4 mm ആണ് ഇതിൻ്റെ ടോളറൻസ്. ഓക്കെ, ഇതേപോലൊരു ക്വസ്റ്റ്യൻ നോക്കി. എ ഷാഫ്റ്റ് ഹാസ് ടു ബി മാനുഫാക്ചർഡ് ടു എ ഡയമീറ്റർ 40 ± -0.02. കാൽക്കുലേറ്റ് ദ ടോളറൻസ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അത് മനസ്സിലാക്കാം. ഒരു ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യണം, അതിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് 40 ± 0.02. ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഈ 40 എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് സൈസ് ആണ്. അതിനുണ്ടാകാവുന്ന വേരിയേഷൻ ആണ് ഈ ± ഇട്ട് കൊടുത്തിരിക്കുന്നത്. ±0.02 മീൻസ് മാക്സിമം എത്ര വരെ പോകാം? 40 + 0.02 മീൻസ് 40.02. മറ്റ് മിനിമം എന്ന് പറയുന്നത് 40 - 0.02, 39.98 എന്നത്. സോ ആ വാല്യൂസിനെയാണ് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അല്ല, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടോളറൻസ് ആണ്. ടോളറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോളറൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് 40.02 - 39.98 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.04 mm. ഇതായിരിക്കും അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്കിതിപ്പം ഒരൊറ്റ വാല്യൂ ആണ് മുകളിലേക്കും താഴേക്കും വന്നതുകൊണ്ടാണ് ± ഇട്ടത്. ഇപ്പം രണ്ട് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 40 + 0.02 - 0.01 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ മീനിങ് എന്താ? അപ്പർ വാല്യൂ വിൽ ബി, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് വിൽ ബി 40 + 0.02, ലോവർ വാല്യൂ വിൽ ബി 40 - 0.01. എത്രയാണോ വരുന്നത് ഡിപ്പെൻസ്. ഓക്കെ, വേരിയേഷൻ എന്ത് വേണമെങ്കിലും വരാം, 0.0001 വേണമെങ്കിലും വരാം,
ഡിപ്പെൻസ്. വളരെ ആക്യുറേറ്റ് ഉള്ള സാധനമാണെങ്കിൽ ടോളറൻസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് വേരിയേഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത രണ്ട് ടൈപ്പ് ഓഫ് ടോളറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടോളറൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ട് രീതിയിലുള്ള ടോളറൻസ് ഉണ്ട്. ഒന്ന് യൂണിലാറ്ററൽ ടോളറൻസും രണ്ട് ബൈലാറ്ററൽ ടോളറൻസും. എന്താണ് യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് നോക്കാം. when both limit of size are in the same side of zero line. Zero line എന്ന് പറയുന്നത് ബേസിക് സൈസിനാണ് സീറോ ലൈൻ എന്ന് പറയുന്നത്. either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ എന്തിൻ്റെ ബേസിക് സൈസിന് അല്ലെങ്കിൽ സീറോ ലൈനിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരുന്നതെങ്കിൽ അങ്ങനെ ഉള്ളതിന് പറയുന്നതാണ് യൂണിലാറ്ററൽ. നമുക്ക് ഇവിടെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ആദ്യത്തെ കേസ് നോക്കിയാൽ ഇതാണ് നമ്മുടെ സീറോ ലൈൻ. സീറോ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബേസിക് സൈസ് ആണ് 20.1 ആണ് അതിൻ്റെ ബേസിക് സൈസ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എത്രയാണ്? പ്ലസ് 0.2 ആണ് അപ്പർ ലിമിറ്റ്. സോ 20.1ൻ്റെ കൂടെ പ്ലസ് 0.2 വരെ മാക്സിമം ഇതിന് വേരിയേഷൻ വരാം. അത് വരെ വരാം. പക്ഷെ മിനിമം കൊടുത്തിരിക്കുന്നത് ഓക്കെ ടോളറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ബോക്സ് ഇട്ടിട്ട് ഇങ്ങനെ ഹാച്ചിങ് ലൈൻസ് ക്രോസ് ലൈൻസ് കൊടുക്കുന്നതാണ് ടോളറൻസിൻ്റെ. അങ്ങനെ മിനിമം റെപ്രസെൻറ്റേഷൻ നോക്കി -0.0 എന്ന് പറഞ്ഞാൽ തന്നെ 20.19 ആണ്, അല്ലെങ്കിൽ ബേസിക് ലൈൻ തന്നെയാണ്. ഈ ബേസിക് ലൈൻ നമ്മൾ ടോളറൻസ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക് ലൈനിന്റെ മുകളിലാണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം മാർക്ക് ചെയ്താലും താഴോട്ട് വരുന്നില്ല, എല്ലാം മുകളിലാണ്. ഈ രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കി അപ്പർ ലിമിറ്റ് പ്ലസ് 0.2 ആണ്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലസ് 0.1 ആണ്. സോ കംപ്ലീറ്റ്ലി മുകളിലായിരിക്കുമല്ലോ പ്ലസ് വരുന്നത്. ഇനി ഇതേ മൂന്നാമത്തെ കേസിൽ അപ്പർ ലിമിറ്റ് 0.0 ആണ്, ലോവർ ലിമിറ്റ് -0.1 ആണ്. സോ താഴേക്ക് വന്നു, പക്ഷെ ആ ടോളറൻസ് റേഞ്ച് കംപ്ലീറ്റ്ലി എന്താണ് സീറോ ലൈൻ്റെ ഒരു സൈഡിലാണ്, താഴെയാണെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് ഒറ്റ സൈഡിലാണ്, മുകളിലാണോ എന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരൊറ്റ സൈഡിലായിരിക്കണം. നാലാമത്തെ അതുപോലെ തന്നെയാണ്. രണ്ടും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എവിടെ വന്നേക്കുന്നത് ബേസിക് സൈസിന് താഴെയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു സൈഡിലായിട്ട് മാത്രം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ ടോളറൻസ് അടുത്ത കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ലൈൻ നോക്കിയേ ബൈലാറ്ററൽ ടോളറൻസ്. ബൈലാറ്ററൽ ടോളറൻസിന്റെ സീറോ ലൈൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 10 ആണെന്ന് വിചാരിച്ചു. സോ അപ്പർ ലിമിറ്റ് അതിന്റെ 0.1 ആണ്, ലോവർ ലിമിറ്റ് -0.1 ആണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ സീറോ ലൈനിന്റെ മുകളിലായിരിക്കും അപ്പർ ലിമിറ്റ് വരുന്നത്, സീറോ ലൈനിന്റെ താഴെ ആയിരിക്കും ലോവർ ലിമിറ്റ് വരുന്നത്. സോ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് സീറോ ലൈനിന്റെ മുകളിലും താഴെയായിട്ടായിരിക്കും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇങ്ങനെയുള്ളതിനാണെന്ന് പറയുന്നത് ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കോ. അടുത്തത് +0.1 -0.2. സോ അപ്പർ ലിമിറ്റ് സീറോ ലൈനിന്റെ മുകളിലാണ്, ലോവർ ലിമിറ്റ് സീറോ ലൈനിന്റെ താഴെയാണ്. രണ്ട് സൈഡിലായിട്ട് വന്നുകൊണ്ട് ഇത് ബൈലാറ്ററൽ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ് യൂണിലാറ്ററൽ ടോളറൻസ്, ഏതാണ് ബൈലാറ്ററൽ ടോളറൻസ്, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ 20 + 0.01 -0.0, 20 + 0.02 + 0.01, then 20 + 0.01 -0.02. ഇതിൽ ഏതാണ് യൂണിലാറ്ററൽ അല്ലാത്തത്, ഏതാണ് യൂണിലാറ്ററൽ അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് ബൈലാറ്ററൽ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു. ഈ മൂന്നെണ്ണം വെച്ചിട്ട് ഞാൻ എഴുതിയുള്ളൂ ബൈലാറ്ററൽ. നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കുക ഒക്കെ ഓപ്പോസിറ്റ് രണ്ട് സൈൻ ഉണ്ടോ എന്ന് നോക്കുക. രണ്ട് സൈൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതെന്തായാലും ഒറ്റ സൈനാണ്, ഒറ്റ സൈനിലായിരിക്കും യൂണിലാറ്ററൽ എന്നുള്ളത്. ബാക്കി രണ്ടെണ്ണത്തിനും രണ്ട് സൈൻ വരുന്നുണ്ട്. രണ്ട് സൈൻ വന്നു എന്നുകൊണ്ട് അത് ബൈലാറ്ററൽ ആകണമെന്നില്ല. നിങ്ങൾ നോക്കിയത് ആദ്യത്തേനകത്തെ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് -0ക്കാണ്, നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് 0ക്കാണ്. സോ ലോവർ ലിമിറ്റ് 20 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 തന്നെ വരുത്തുള്ളൂ, അത് ബേസിക് സൈസിൽ വരുത്തുള്ളൂ അല്ലേ. സോ ഇത് എന്തല്ല, ഇത് ബൈലാറ്ററൽ അല്ല. പിന്നെ ബൈലാറ്ററൽ ഒരാളുടെ ഓപ്ഷൻ ഇതേ ഉള്ളൂ, മൂന്നാമത്തേ ഉള്ളൂ. അത് അപ്പർ ലിമിറ്റ് ബേസിക് സൈസിന്റെ മുകളിലും ലോവർ ലിമിറ്റ് ബേസിക് സൈസിന്റെ താഴെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ മാത്രം ബൈലാറ്ററൽ ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ മാത്രം യൂണിലാറ്ററൽ അല്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കാം.